പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ദൈവിക കാവലിനെ, കരുതലിനെ ഓർത്ത് സ്വർഗീയ പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും ജയത്തോടെ നമ്മെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. വീണ്ടും ഒരുമിച്ച് ദൈവപാദപീഠം ചേർന്ന് വരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കി നൽകിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ഏകാഗ്രമാക്കാം. വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ഉള്ളത് എന്ത് എന്ന് കേൾക്കാൻ തക്കവണ്ണം ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ പറയുന്നത് പോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന നിലയിലുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതങ്ങളിൽ നിന്നുണ്ടായിട്ട് കാതുകളെ ആമേൻ ഹല്ലേലൂയ ഏകാഗ്രതയോടെ ദൈവവചനത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കാം. കേൾക്കുന്ന ദൈവവചനം ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ സൃഷ്ടിക്ക് എല്ലാ കാലത്തും സൃഷ്ടാവിനെ കുറിച്ച് സൃഷ്ടാവിനോട് ചോദിക്കേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ജന്മദിവസത്തെ ശപിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ദിവസം ഇല്ലാതെ പോയെങ്കിൽ, യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ താൻ അനുഭവിക്കുന്ന വേദന നിമിത്തം ഇയ്യോബ് താൻ ജനിച്ച ദിവസത്തെ ശപിക്കുകയാണ്. ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുണ്ടു പോകട്ടെ, മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിൻ്റെ മേൽ ശോഭിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് താൻ ജനിച്ച ദിവസത്തെ ശപിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോബ് കടന്നു പോകുന്ന വേദന, യോബ് അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യഥ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അവനെ പ്രേരിതനാക്കി തീർത്തിരിക്കാം. ഇന്നും നമ്മിൽ പലരും ഇതേ ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നവരാണ്. ഞാൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ എന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലല്ലോ, എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊന്നും അച്ചീവ് ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഒന്നും ആയിത്തീർന്നില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തോട്, സൃഷ്ടികർത്താവിനോട് ഈ നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മിൽ പലരും. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് നമ്മിൽ തന്നെയും നമ്മെ സൃഷ്ടിച്ചവനെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നാം എല്ലാവരും സൃഷ്ടികളാണ് എന്ന് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഏവരും തിരിച്ചറിഞ്ഞുകൊള്ളണം. We all are created beings. To be called as a created being, there should be a creator. സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ആ സൃഷ്ടിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തിയുടെ പിറകിൽ വ്യാപരിച്ച ഒരു കരം നിശ്ചയമായും ഉണ്ടാകും. ആ കരത്തെ ആണ് നാം സൃഷ്ടാവെന്ന് വിളിക്കുന്നത്. നാം പലപ്പോഴും പലതരമായിട്ടുള്ള ക്രിയേറ്റീവ് വർക്ക്സിൽ ഇടപെടാറുണ്ട്. ക്രിയാത്മകമായ പ്രവർത്തികൾ നമ്മിൽ അധികം പേരും ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും ചെയ്തെടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട്സ് ചെയ്യണം. അത് നഴ്സറി പോകുന്ന കാലം മുതൽ തന്നെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റിയെ എൻകറേജ് ചെയ്യുന്ന, നറിഷ് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളിൽ അവർ ഇടപെടാറുണ്ട്.
കുറച്ചും കൂടി മുതിർന്ന ശേഷം നമ്മൾ ജോലിയുമായുള്ള ബന്ധത്തിൽ, കുടുംബജീവിതവുമായുള്ള ബന്ധത്തിൽ, ശുശ്രൂഷ നിലവാരങ്ങളിലൊക്കെയും എപ്പോഴും വളരെ ക്രിയാത്മകമായ പ്രവൃത്തികളിൽ നാം ഇടപെടാറുണ്ട്. എന്ന് മാത്രമല്ല, നാം നമ്മുടെ സൃഷ്ടിയെ നോക്കി അതിൽ സംതൃപ്തി കൊള്ളുന്നവരുമാണ്. നാം നിർമ്മിച്ചതായ നമ്മുടെ നിർമ്മിതിയെ കണ്ട് ഒരു ഉള്ളിൽ ഇതെൻ്റെ ഒരു പ്രൊഡക്റ്റ്, എൻ്റെ കരത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, ആമേൻ, ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ് മാറി നിന്ന് ആ പ്രവൃത്തി കണ്ട് തൃപ്തി അടയുന്നവരും അതിൽ സന്തോഷിക്കുന്നവരും അതിൽ പ്രൗഡാകുന്നവരുമാണ്. എല്ലാ നിലയിലും തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുമ്പോൾ നമ്മിലുള്ള സ്വഭാവ ഗുണങ്ങളും അവനെ പോലെ ആകാതെ തരമില്ല. അപ്പോൾ നാം നമ്മുടെ സൃഷ്ടികളെ കണ്ട് സന്തോഷിക്കുന്നത് പോലെ, തൃപ്തി അടയുന്നത് പോലെ, അതിൽ അഹങ്കരിക്കുന്നത് പോലെ തന്നെ ദൈവം തൻ്റെ പരിജ്ഞാനത്തിലും തൻ്റെ ഡിവൈൻ വിസ്ഡത്തിലും താൻ നിർമ്മിച്ചെടുത്ത, താൻ വിഭാവനം ചെയ്ത, കൽപ്പിച്ചുണ്ടാക്കിയെടുത്ത സകല സൃഷ്ടികളെയും ഓർത്ത് അഭിമാനിക്കുന്നവനും അതിൽ തൃപ്തി ഉള്ളവനും ആണ്. എന്നാൽ മനുഷ്യന്റെ കാര്യത്തിൽ അവൻ തൃപ്തി ഉള്ളവനായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സൃഷ്ടികളുടെ വിവരണമാണ്. ആദമിക് ഏജിലുള്ള സൃഷ്ടിപ്പിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു വിവരണം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6 ദിവസം കൊണ്ട് സകലത്തെയും ഉരുവാക്കിയ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ദൈവം വെളിച്ചങ്ങളെ നിർമ്മിച്ചു. ദൈവം പകലിനെയും വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ചു. ദൈവം വെള്ളത്തെ വിഭാഗിച്ചു. ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു വരുവാൻ കൽപ്പിച്ചു. വെള്ളത്തിൽ ജീവൻ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു. പകൽ വാഴുവാനും രാത്രി വാഴുവാനും പ്രകാശഗോളങ്ങളെ നിർമ്മിച്ചാക്കി കാലങ്ങളെയും സമയങ്ങളെയും വേർതിരിച്ചറിയുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ അവയ്ക്ക് അവയുടേതായ ചംക്രമണ വ്യവസ്ഥകൾ നിശ്ചയിച്ചു. ഏറ്റവും അവസാനം സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇതിൽ എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തതും സന്തോഷിപ്പിച്ചതുമായ വസ്തുത, എല്ലാ സൃഷ്ടിപ്പിന് ശേഷവും തൻ്റെ സൃഷ്ടിയെ നോക്കി നല്ലത് എന്ന് ദൈവം കണ്ടു എന്നൊരു വാക്ക് ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പിന്റെ അവസാനം സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിയെ വിവരിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താൻ നിർമ്മിച്ചതിനെ മാറി നിന്ന് നോക്കി അത് നല്ലത് എന്ന് കണ്ട് സംതൃപ്തി അടഞ്ഞവനായിട്ടുള്ള സൃഷ്ടാവിനെ സ്ക്രിപ്ചേഴ്സിന്റെ ആദ്യ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാറ്റിലുമുപരി അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയും അവൻ പറഞ്ഞു നല്ലത്. ഇറ്റ് ഈസ് ഗുഡ്, നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജിന്റെ ആദ്യ ഭാഗങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ ഉറപ്പിക്കത്തക്ക നിലവാരത്തിൽ, വചനത്തിൽ അടിസ്ഥാനമുള്ളവരാക്കി തീർക്കത്തക്ക നിലവാരത്തിൽ, ദൈവത്തിൽ ആശ്രയിക്കത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൂത് ഹല്ലേലൂയ ഈ രാത്രി ഹല്ലേലൂയ ദൈവാത്മാവിൽ ആശ്രയിച്ച് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. സകലത്തെയും, താൻ നിർമ്മിച്ച സകലത്തെയും നോക്കി ദൈവം നല്ലത് എന്ന് പറഞ്ഞുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അത് എന്നെയും നിന്നെയും നോക്കിയും കൂടി തന്നെയാണ് ദൈവം നല്ലത് എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നല്ലത് എന്ന് പറഞ്ഞതിനെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നല്ലത് എന്ന് മുദ്രയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിലാക്കി വെച്ച് വളരുമാറാക്കിയതിനെ മനുഷ്യ ആമേൻ സ്തോത്രം നീ സ്വയം ഹല്ലേലൂയ ആമേൻ നല്ലതല്ല എന്ന് വിചാരിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. ആമേൻ നീ കുറഞ്ഞവൻ എന്ന് വിചാരിക്കേണ്ടവന്റെ ആവശ്യകതയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്ക് നേടുവാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ
സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആഗ്രഹിച്ചത് കൈവരിക്കുവാൻ കഴിഞ്ഞില്ല എന്നതോർത്ത്, ആമേൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് സൗന്ദര്യമില്ല എന്നതോർത്ത്, മറ്റുള്ളവരുടെ കഴിവുമായി കമ്പയർ ചെയ്ത് കഴിവില്ല എന്നോർത്ത്, സൗന്ദര്യമില്ല എന്നോർത്ത്, ആമേൻ ഹല്ലേലൂയ പലതരത്തിലുള്ള ആമേൻ സ്തോത്രം അങ്ങനെ പോരായ്മകൾ നിനക്കുണ്ട് എന്ന് ആമേൻ നീ നിന്നോട് തന്നെ പറഞ്ഞ് ഹല്ലേലൂയ നിന്നെ തന്നെ ഹല്ലേലൂയ നിരാശയുടെ തടവറയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ രാത്രി നീ ആശ്വസിപ്പിച്ചു കൊള്ളണം. ആയിരിക്കുന്നത് പോലെ നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ ആമേൻ സ്തോത്രം നിന്നെ നോക്കി പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമേൻ നല്ലത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സൃഷ്ടിച്ചവൻ നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീയും ഞാനും ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഉറപ്പുള്ളവരായി തീരണം. ദാറ്റ് വി ആർ ഗുഡ്. ആമേൻ സ്തോത്രം നമ്മൾ നല്ലവർ തന്നെയാണ്. ആമേൻ നമ്മിൽ മോശമായിട്ടൊന്നുമില്ല. ആമേൻ ഏതൊരു പ്രൊഡക്റ്റിനും അവൻ ഒരു യൂണിക്നെസ് ഉള്ളതുപോലെ ആമേൻ സ്തോത്രം ഒരു സെൽഫ് ഐഡന്റിറ്റി ഉള്ളതുപോലെ ആമേൻ സ്തോത്രം എനിക്കും നിനക്കും സെൽഫ് ഐഡന്റിറ്റി ഉണ്ട്. എനിക്കും നിനക്കും യൂണിക്നെസ് ഉണ്ട്. ആമേൻ എൻ്റെ കഴിവുകൾ നിന്റെ കഴിവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ, എൻ്റെ ഹല്ലേലൂയ സൗന്ദര്യം നിന്റെ സൗന്ദര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ, ആമേൻ സ്തോത്രം എൻ്റെ റേസ്, എൻ്റെ ചിന്താ രീതികൾ, എൻ്റെ പ്രവർത്തന രീതികൾ, ആമേൻ സ്തോത്രം എൻ്റെ കളർ, എൻ്റെ പഠനം, ആമേൻ സ്തോത്രം ഞാൻ ആയിരിക്കുന്ന ഇടം, എൻ്റെ ചിന്താഗതികൾ സകലതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം ആം എ യൂണിക് ക്രിയേഷൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പ്രത്യേകതയുള്ള സൃഷ്ടിയാണ്. ആമേൻ എന്നെ സൃഷ്ടിച്ചവൻ ആ പ്രത്യേകതകളോട് കൂടി എന്നെ സൃഷ്ടിച്ചിട്ട് എന്നെ നോക്കി പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമേൻ സ്തോത്രം ഇറ്റ് ഈസ് ഗുഡ്. ഹല്ലേലൂയ ഇത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവജനമേ ആമേൻ ഹല്ലേലൂയ നിന്റെ വൈരൂപ്യത്തെ നോക്കി, ആമേൻ സ്തോത്രം നിന്റെ നിരാശകളെ നോക്കി, ആമേൻ സ്തോത്രം നിന്റെ കഴിവില്ലായ്മകളെ നോക്കി, ആമേൻ ഒന്നുമായി തീർന്നില്ല എന്ന് ഓർത്ത് ആമേൻ സ്തോത്രം ഇങ്ങനെ നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിന്റെ പുറകിൽ ആമേൻ സ്തോത്രം there is a divine purpose. ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ജെറമ്യ പ്രവചനം ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആ വചനത്തിലേക്ക് ആമേൻ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. I think it is in chapter 31 verse 28. Amen. Stotram. Let me turn the book. അതല്ല 28, 29, 30. സ്തോത്രം. ഹല്ലേലൂയ. വാക്ക് ഞാൻ മറന്നുപോയി. ആമേൻ സ്തോത്രം. ആ വാക്യം ഞാൻ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ആമേൻ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് വരുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം എനിക്ക് ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ. നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. സോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു നമ്മിൽ ആമേൻ പ്രത്യാശ നൽകുന്ന, ആമേൻ നമ്മെ പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു ഭാവി നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്നു ആമേൻ എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അത് നമ്മുടെ ഹിതപ്രകാരമുള്ളതല്ല, എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ഒരു ഭാവി ആമേൻ സ്തോത്രം ശുഭകരമായിട്ടുള്ള ഒരു ഭാവി ആമേൻ എനിക്കും നിനക്കുമായി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഈ നിരാശയുടെ മണ്ഡലങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അല്ലെങ്കിൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സൃഷ്ടിയുടെ ഉദ്ദേശങ്ങൾ മറന്ന് ആമേൻ ദൈവിക പദ്ധതികളിൽ നിന്ന് മാറി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവഹിതത്തിന് വിധേയപ്പെടാതെ നമ്മുടേതായിട്ടുള്ള ചിന്തകളിലും ഹല്ലേലൂയ പ്രവർത്തികളിലും വഴികളിലും നടന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിരാശിതരായി തീർന്ന മനുഷ്യ ഹല്ലേലൂയ ഇനിയും മടങ്ങി വരുവാൻ നിനക്ക് സമയമുണ്ട് എന്ന് ദൈവവചനം പറയും. നിങ്ങൾ എന്നെ അന്വേഷിക്കും,
പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നാം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച് അവനെ കണ്ടെത്തി കഴിയുമ്പോൾ ഹല്ലേലൂയ, അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആമേൻ നാം പ്രത്യാശിക്കുന്ന നമ്മുടെ ശുഭഭാവിയിലേക്ക് ആമേൻ സ്തോത്രം ആ ഫ്യൂച്ചർ പ്ലാൻസിലേക്ക് നമ്മെ അവൻ ഹല്ലേലൂയ ഗതി തിരിച്ചു വിടുകയും ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അവൻ പ്രത്യേകതകൾ, ആട്രിബ്യൂട്ട്സ് എന്നതിനേക്കാൾ ഉപരി അവൻ സൃഷ്ടാവായ ദൈവത്തെ ജീവിതത്തിൽ തിരിച്ചറിയുകയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന തിരിച്ചറിവിൽ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി അവൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയണം. ഇയ്യോബും ഹല്ലേലൂയ തൻ്റെ വ്യഥയിൽ താൻ വ്യസനം അനുഭവിക്കുന്നതിൻ്റെ, താൻ വ്യഥ അനുഭവിക്കുന്നതിൻ്റെ, അവൻ താൻ നഷ്ടം സഹിക്കുന്നതിൻ്റെ, എല്ലാത്തിലും ഉപരിയായി താൻ ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നതിൻ്റെ, വേദന അനുഭവിക്കുന്നതിൻ്റെ കാരണമറിയാതെ നിലവിളിച്ച് താൻ തൻ്റെ ജന്മദിവസത്തെ ശപിക്കുമ്പോൾ ആമേൻ സ്തോത്രം തൻ്റെ ഹല്ലേലൂയ കാണുവാനായി അടുത്തു വന്ന ആമേൻ തൻ്റെ തൻ്റെ സ്നേഹിതന്മാർ ആമേൻ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ രഹസ്യത്തിൽ ചെയ്ത പാപം നിമിത്തം ആമേൻ ദൈവകോപം തൻ്റെ മേൽ വന്നതാണ് എന്ന് പറഞ്ഞ് തന്നെ വീണ്ടും നിരാശയിലേക്ക് ആമേൻ സ്തോത്രം ആഴ്ത്തിക്കളവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ വിശ്വസിച്ച് അതുവരെയും തൻ്റെ കൂടെ ജീവിച്ചു വന്നവളായ സ്വന്തം ഭാര്യ പോലും അവൻ ദൈവവിശ്വാസം തള്ളിപ്പറവാൻ തക്കവണ്ണം തന്നെ പ്രേരിപ്പിക്കുമ്പോഴും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ ജന്മദിവസത്തെ ശപിക്കുന്ന ആമൻ ഹല്ലേലൂയ ജോബിന്റെ മുമ്പിൽ, ഇയ്യോബിന്റെ മുമ്പിൽ അവൻ സ്വർഗസ്ഥനായവൻ ഇതാ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയാ. അവൻ ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം മുതൽ 40 അധ്യായം വരെ ആമൻ സ്തോത്രം ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന ഹല്ലേലൂയ ഭാഗങ്ങളാണ്. അതിൽ 77 ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ കഷ്ടമനുഭവിക്കുന്നതിന്റെ കാരണം ഇന്നത് എന്ന് ആരാഞ്ഞറിയുന്ന അവൻ അത് അറിയുവാനായിട്ട് ശ്രദ്ധ വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്ന, ഞാൻ ദൈവത്തോട് ചോദിക്കും എന്ന് ഹല്ലേലൂയ ഉറപ്പോടുകൂടി പറയുന്ന അവൻ ഞാൻ ദേഹസഹിതനായി അവനെ കാണുമെന്ന് പ്രത്യാശയോടുകൂടെ പറയുന്ന ഇയ്യോബിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ പറയുകയാ. ഹല്ലേലൂയ. ആമേൻ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ആമേൻ സ്തോത്രം ഇവൻ ആർ. ഹല്ലേലൂയ. Who is this that darkens counsel by words without knowledge? ആമേൻ അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് അവൻ ദൈവിക വിജ്ഞാനത്തെ, പരിജ്ഞാനത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ആമേൻ അതിനെ ഇരുളാക്കി കഴിയുന്ന ഹല്ലേലൂയ ഇവൻ ആര് എന്ന് ആമേൻ ദൈവം ചോദിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം 3 വാക്യം, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നോട് ഉത്തരം പറക എന്ന് പറഞ്ഞിട്ട് ആമേൻ അവനോട് ചോദ്യങ്ങൾ ആരംഭിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവനോട് ചോദിക്കുന്ന ചോദ്യം ആമേൻ ആദ്യത്തെ ചോദ്യം ഹല്ലേലൂയ അത് തന്നെ സൃഷ്ടിയെ കുറിച്ചാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിൻ്റെ അളവുകൾ നിയമിച്ചവൻ ആര്? അതിന് അളവ് നൂൽ പിടിച്ചവൻ ആര്? അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ആമേൻ ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആര്? ആമേൻ ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളെ അതിന് ചുറ്റാടയുമാക്കി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ അതിനെ അതിർ നിയമിച്ച് അതിൻ്റെ ഗർഭം എവിടെ നിലയ്ക്കുമെന്ന് കൽപ്പിച്ച് ആമേൻ സ്തോത്രം അങ്ങനെ ഹല്ലേലൂയ അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കുന്ന ആമേൻ ആദ്യത്തെ ഭാഗം നമുക്കവിടെ കാണാം. തുടർന്ന് നമുക്ക് വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പലതരം സൃഷ്ടികളെ കുറിച്ച്, അവയുടെ ഗമനത്തെക്കുറിച്ച്, അവയുടെ ഹല്ലേലൂയ പ്രസവകാലത്തെക്കുറിച്ച്, അവയുടെ പരിപാലനത്തെക്കുറിച്ച്, ആമേൻ സ്തോത്രം ഭൂമിയിൽ നിന്ന് ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനെ കുറിച്ച്, ആമേൻ മരണത്തിന്റെ വഴികളെ കുറിച്ച്, അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആകാശത്തിൽ ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ ആമേൻ സ്തോത്രം കാർത്തികയെയും മകയിരത്തെയും അങ്ങനെ സപ്തർഷികളെയും ഒക്കെ സൃഷ്ടിച്ചതും ആമേൻ സ്തോത്രം അവയെ പുറപ്പെടുവിക്കുമാറാക്കുന്നതും ആര് എന്ന് തുടങ്ങി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ
ഹല്ലേലൂയ തന്റെ സൃഷ്ടിപ്പിന്റെ പരിജ്ഞാനം ആമേൻ ദൈവം ഇയ്യോബിന് മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ ഹല്ലേലൂയ 41 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് നിലവിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ 42 അധ്യായം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതവണ്ണം അത്ഭുതമേറിയത് തിരിച്ചറിയാതെ ഞാൻ പറഞ്ഞുപോയി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ 5 വാക്യം. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഒരു കേൾവി മാത്രം കേട്ടിരിക്കുന്ന നാം ആമേൻ സ്തോത്രം ദൈവത്തെ അവന്റെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ആമേൻ സ്തോത്രം ഭാഗ്യം ലഭിച്ചിട്ടും ഹല്ലേലൂയ ആ ജ്ഞാനത്തെ ഇരുളാക്കി കളഞ്ഞ് ഹല്ലേലൂയ ലോകത്തിലേക്ക് നോക്കുകയും നിരാശയുടെ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ ഇരുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഗേറ്റുകൾക്കുള്ളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജയിലറകൾക്കുള്ളിൽ നമ്മെ തന്നെ സ്വയം ബന്ധിച്ചു കളയുകയും ആമേൻ ദൈവിക പരിജ്ഞാനത്തിന്റെ തികവ് പ്രാപിക്കാതെ ആമേൻ സ്തോത്രം നാം ദൈവ സൃഷ്ടിയെന്നും ദൈവകരങ്ങളിൽ ആമേൻ ദൈവിക ഉദ്ദേശത്തിനായി പരിപാലിക്കപ്പെടുന്നു എന്നും തിരിച്ചറിയാതെ ആമേൻ ഇരുളിന്റെ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങളുടെ ആമേൻ ബന്ധനങ്ങളിൽ ഇന്ന് പകലുമായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ ദൈവം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ നിനക്കവനെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ മനസ്സുണ്ടോ? ആമേൻ സ്തോത്രം. അങ്ങനെ നിനക്ക് ഹല്ലേലൂയ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആ സൃഷ്ടിയുടെ ആമേൻ സ്തോത്രം നിന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ആമേൻ നിന്റെ ജീവിതത്തിൽ തന്റെ കരങ്ങളാൽ നിറവേറ്റി നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവമെന്ന് സർവശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ തിരിച്ചറിവാണ് ഇന്ന് പകൽ നമുക്ക് വേണ്ടത്. ആമേൻ സ്തോത്രം. ദൈവം ആര്? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവൻ എന്തിനെന്നെ നിർമ്മിച്ചു? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നെ നിർമ്മിച്ചുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോഴും ആമേൻ ഞാൻ സങ്കടം അനുഭവിക്കും. ഈ കഷ്ടങ്ങളും സങ്കടങ്ങളും ആമേൻ അവൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്തിന്? ആമേൻ പലപ്പോഴും കാരണമില്ലാതെ ഞാൻ വേദനപ്പെടേണ്ടി വരുന്നത് എന്തിന്? ആമേൻ ചോദ്യങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ നൂൽമാല പോലെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുമ്പോൾ ആമേൻ ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒന്ന് ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറവാനുള്ള മറുപടി എൻ്റെ കയ്യിലില്ല. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന് പ്രാപ്തനല്ല. എങ്കിലും ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇന്ന് പകൽ ആമേൻ ലോകത്തോടല്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ മനുഷ്യരോടല്ല. ഇന്ന് പകൽ കേവലം ശാസ്ത്രങ്ങളോടല്ല. പിന്നെയോ ഹല്ലേലൂയ നിന്നെ നിർമ്മിച്ചവനോട് ചോദിക്കുവാൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. because God knows the answers. ആമേൻ സ്തോത്രം. He got the answers whatever your questions may be. ഹല്ലേലൂയ. നിന്റെ ചോദ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഇന്ന് പകൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആമേൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. because ആമേൻ he is the created and we are the created beings. Hallelujah. നാം സൃഷ്ടികളും അവൻ സൃഷ്ടികർത്താവുമാകയാൽ ആമേൻ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കുന്നവൻ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ വെളിപ്പാട് പുസ്തകം 1 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. ആമേൻ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഇതേ വാക്യം ഹല്ലേലൂയ സ്തോത്രം 21 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം. I am the Alpha and the Omega. Hallelujah. ഞാൻ സൃഷ്ടിച്ചവനും ആമേൻ സ്തോത്രം ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആരംഭവും ആമേൻ ഞാൻ അവസാനവുമാകുന്നു. I am the beginning and the end. Praise the Lord. സ്തോത്രം. ആദിയിൽ തന്നെ ആരംഭത്തിങ്കൽ തന്നെ ആമേൻ അവസാനം അറിയുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ നിന്റെ സൃഷ്ടികർത്താവിന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആരംഭത്തിൽ തന്നെ അവസാനം അറിയാമെന്ന് ആമേൻ സ്തോത്രം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു ആമേൻ സകലവും അവൻ മുഖാന്തരവും അവനാലും ഉളവായി. ആമേൻ അവനെ കൂടാതെ യാതൊന്നും ഉളവായിട്ടില്ല. സകലതും അവനായിട്ട് ഉളവായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ സകലത്തെയും സൃഷ്ടിച്ചവൻ ആമേൻ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ ആമേൻ സൃഷ്ടിപ്പിന് മുൻപായി തന്നെ അവിടെ നിൽക്കും. ആമേൻ ഹല്ലേലൂയ. ആ എറ്റേണൽ പാസ്റ്റിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം അവൻ പറയാ ഹല്ലേലൂയ ഇതിന്റെ അവസാനവും എനിക്കറിയാം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 2 അധ്യായം ആമേൻ 2 പത്രോസ് ഹല്ലേലൂയ 3 അധ്യായം അതിന്റെ 11 12 വാക്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആമേൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ആമേൻ ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ
അവിടെ ആമേൻ അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, because which the heavens will be set on fire and dissolve and the heavenly bodies will melt as they burn. Hallelujah. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, അവൻ ഈ സൃഷ്ടിയുടെ അവസാനം എന്തായി തീരുമെന്ന് ആമേൻ സ്തോത്രം നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നവൻ. ആമേൻ സ്തോത്രം. വചനം വിളിച്ചു പറയുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ഈ കാണുന്നതൊക്കെയും ആമേൻ വെന്ത് അഴിഞ്ഞു പോകുവാനുള്ള ആമേൻ സ്തോത്രം ഒരു കാലം വരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മൂലപദാർത്ഥങ്ങൾ വെന്തെരിയുന്നതിനുള്ള ആമേൻ സ്തോത്രം ആകാശവും ഭൂമിയും ഹല്ലേലൂയ ഡിസോൾവ് ആയി പോകുന്നതിനുള്ള ഒരു കാലം ആമേൻ സ്തോത്രം ഇതാ അത് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 10-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ 3:10, ആമേൻ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. 11-ാം വാക്യം പറയുക, ആകാശവും ചുട്ടഴിഞ്ഞു പോകും. ആമേൻ സ്തോത്രം. ചുട്ടഴിയുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യും. അപ്പോൾ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതാണോ അവസാനം? ആമേൻ അതല്ല അവസാനം. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം ഹല്ലേലൂയ ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഈ സൃഷ്ടിക്ക് ഇന്ന് കാണുന്ന ആമേൻ ഈ സൃഷ്ടിക്ക് ഒരു അവസാനമുണ്ട്. ആമേൻ ഇതൊക്കെയും കത്തി എഴിഞ്ഞു ആമേൻ അഴിഞ്ഞു പോകുവാനുള്ളതാണ്. ഹല്ലേലൂയ. ജലത്താൽ ഹല്ലേലൂയ ഒരിക്കൽ പ്രളയത്താൽ ഭൂമിയെ ആമേൻ സ്തോത്രം ഭൂമിയിലുള്ള സകല സൃഷ്ടിയെയും ദൈവം നശിപ്പിച്ചതുപോലെ ഈ ഭൂമിയെയും ദൈവം ഉളവാക്കിയ ഈ കോസ്മോസിനെയും, കോസ്മോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന യൂണിവേഴ്സൽ ഓർക്കസ്ട്രേഷനെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ പ്രപഞ്ചത്തിന്റെ ഇന്ന് കാണുന്ന ഓർഡറിനെയും ദൈവം കത്തിച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്. ഇത് കത്തി ആമേൻ അഴിഞ്ഞു പോയതിനു ശേഷം ആമേൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിന് അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയുണ്ട്. അതല്ല അവസാനം. അവിടെ അതിനപ്പുറം ഹല്ലേലൂയ പുതിയ ആകാശത്തെയും പുതിയ സൃഷ്ടി ആമേൻ പുതിയ ഭൂമിയെയും ആമേൻ സൃഷ്ടിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവിക പദ്ധതി. ആമേൻ. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം ആമേൻ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിന്റെയും പ്രത്യേകതകൾ ആമേൻ അവിടെ അക്കമിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിലും ഒന്നും വരികയുമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചേക്കാം, ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ 71% വെള്ളമല്ലേ? 71% വെള്ളമുള്ള 28% മാത്രം കരയും വെജിറ്റേഷനുമുള്ള ആമേൻ ഈ ഭൂമി എങ്ങനെ കത്തിയഴിയും? തീ കത്തുവാൻ ഉപയോഗിക്കുന്ന അവൻ തീ കത്തിയാൽ തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വെള്ളം. അപ്പോൾ തീ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളം ഭൂമിയിൽ 71% നിറഞ്ഞിരിക്കുമ്പോൾ അവൻ ഈ ഭൂമി എങ്ങനെ കത്തും? ആമേൻ. ഹല്ലേലൂയ. അതിന്റെ ഒരു വിശദീകരണം കൂടി ഞാൻ ഹല്ലേലൂയ ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാം ആമേൻ വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം വെള്ളത്തെ വിഭാഗിക്കുകയാണ്. ആകാശത്തിന് മേലുള്ള വെള്ളം, ആകാശത്തിന് കീഴെയുള്ള വെള്ളം. ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ആമേൻ ഉണങ്ങിയ നിലത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അതിന്റെ 7-ാം വാക്യം, വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ഇനി വിധാനത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ആമേൻ സ്തോത്രം ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും ദൈവം പേരിട്ടു. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം ദൈവം വെള്ളത്തെ വിഭാഗിക്കുകയാണ്. വെള്ളത്തെ വിഭാഗിച്ചിട്ട് അവൻ വെള്ളം ഹല്ലേലൂയ വെള്ളങ്ങളുടെ മധ്യയാണ് ദൈവം ആകാശമുണ്ടാക്കി വെള്ളത്തെ വേർതിരിച്ചു. മുകളിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം. ഇനി ഈ വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല നാം പരിശോധിക്കുമ്പോൾ ഈ വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്
രണ്ട് വാതകങ്ങൾ നിശ്ചിത അളവിൽ, അതിൻ്റെ തന്മാത്രകൾ നിശ്ചിത അളവിൽ ചേരുമ്പോഴാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. രണ്ട് വാതകത്തിൻ്റെ ആറ്റങ്ങൾ, ഒന്ന് ഹൈഡ്രജനും രണ്ട് ഓക്സിജനും. ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നുള്ള H2O എന്ന മോളിക്യൂളാണ് സ്തോത്രം വെള്ളം, വാട്ടർ. ഇവിടെ നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചു, the elements will be broke down. മൂലപദാർത്ഥങ്ങൾ വേർപിരിയും. അപ്പോൾ വെള്ളത്തിന്റെ മൂലപദാർത്ഥങ്ങൾ ഏതെങ്കിലും കാരണവശാൽ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ there will be two sets of gases, hydrogen and oxygen. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിങ്ങനെ രണ്ട് വാതകങ്ങളായി വെള്ളത്തിന്റെ എലമെന്റ്സ് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ, ബ്രോക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വേർപിരിയുമെങ്കിൽ, ഹൈഡ്രജനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് ആറ്റം ബോംബിനേക്കാൾ തീവ്രതയുള്ള ബോംബുകൾ ഹൈഡ്രജൻ ബോംബുകളാണ്. The most explosive gas in the atmosphere is hydrogen. Praise the Lord. അപ്പോൾ ഹൈഡ്രജൻ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് അതൊരു എക്സ്പ്ലോസീവ് അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ എനിക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്ന കമ്പാർട്ട്മെന്റ്സിലും യൂണിറ്റ്സിലുമൊക്കെ ഫയർ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം അവിടെ ഈ ബാറ്ററി റീചാർജിങ് നടക്കുന്ന സമയത്ത് റിലീസാവുന്ന വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആണ്. അതുകൊണ്ട് അവിടെ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും ദൈവജനമേ, ഏതെങ്കിലും സാഹചര്യവശാൽ വെള്ളത്തിന്റെ തന്മാത്രകളിലെ മൂലപദാർത്ഥങ്ങൾ വേർപിരിയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് രണ്ട് വാതകങ്ങളായി തീരുമെന്ന കാര്യത്തിൽ സയൻസിന് സംശയമില്ല, നമുക്കും സംശയമില്ല. അത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇനി ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഫയർ കെമിസ്ട്രി നാം പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ തീ ഉണ്ടാകുവാനായിട്ട് അത്യന്താപേക്ഷിതമാണ്. അതിലൊന്ന് ഒരു ഫ്യുവലാണ്. തീ കത്തുവാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫ്യുവൽ. ക്യാൻ ബി സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, വാട്ട് എവർ. ഇവിടെ ഹൈഡ്രജൻ ഫ്യുവലായി സപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. Then the next needed is the required temperature. കത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഊഷ്മാവ്. അതോടൊപ്പം മൂന്നാമത്തെ എലമെന്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്യാസ് വിസ്ഫോടനാത്മകമായിട്ടുള്ള അളവിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നതോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് എന്തുമാത്രം കാറ്റസ്ട്രോഫിക് ആയിരിക്കുമെന്ന്, എന്തുമാത്രം സ്തോത്രം ഹല്ലേലൂയ നാശം വിതയ്ക്കുമെന്ന് ഒരു സയൻസിനും പ്രവചിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ആകാശം എങ്ങനെ വെന്തരിയും, ഭൂമി എങ്ങനെ വെന്തരിയുമെന്ന് ഇന്ന് രാത്രി ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ സ്തോത്രം ശ്രദ്ധിച്ചു കേട്ടോണം. ആകാശത്തിന് മീതെയും ആകാശത്തിന് കീഴെയും സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം തന്നെ വെള്ളം സ്വർഗത്തിലെ ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഏതെങ്കിലും സാഹചര്യവശാൽ ഇതിലെ മൂലകങ്ങൾ വിഘടിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ there is no question on how this fire is gonna happen. എങ്ങനെ ഈ തീ ഈ ഭൂമിയും ആകാശവും തീ പിടിച്ചഴിയും എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദിയിൽ തന്നെ ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയുന്ന എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര സ്തോത്രം ഹല്ലേലൂയ വലുതാണ് ചിന്തകൾക്ക് എത്ര അപ്പുറമാണ് അവന്റെ പരിജ്ഞാനത്തിന്റെ അളവ്. ആ പരിജ്ഞാനത്തിലാണ് അവൻ ഈ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ കോസ്മോസിനെ സ്തോത്രം അതിന്ന് കാണുന്ന ഈ ഓർഡറിൽ അവൻ പരിപാലിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സൃഷ്ടിപ്പിന്റെ മകുടമായി ഹല്ലേലൂയ നമ്മെ സൃഷ്ടിച്ച ഹല്ലേലൂയ ഈ കർത്താവ് എന്നെയും നിന്നെയും പാലിക്കാതെ ഇരിക്കുമോ? അവന്റെ
ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാതെ ഇരിക്കുമോ? ഹല്ലേലൂയ. ഒരു ദൈവിക വചന സത്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ പകൽക്കാലം, ഈ രാത്രികാലം ആമേൻ ഹല്ലേലൂയ വിഭാഗിച്ചു തന്നുകൊണ്ട് ഈ ശുശ്രൂഷ ആമേൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 65 അധ്യായം ആമേൻ 25 വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ആമേൻ ആ പുതിയ ഭൂമിയിൽ ആയിരിക്കുന്ന സൃഷ്ടികളുടെ പ്രത്യേകതകളും അവിടെ വായിക്കുവാനായിട്ട് കഴിയും. Can we read 65 verse 25? ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. Praise the Lord. Hallelujah. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, മീനിങ് there shall be no enmities. ആമേൻ ഹല്ലേലൂയ. അടുത്തത് സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. ആമേൻ. മീനിങ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വെജിറ്റേറിയൻ ആയിരിക്കും പുതിയ ഭൂമിയിലെ സൃഷ്ടികൾ. ഹല്ലേലൂയ. എല്ലാവരും വെജിറ്റേഷൻസ് ഭക്ഷിക്കുന്നവരായിരിക്കും, ഗ്രീനറി ഭക്ഷിക്കുന്നവരായിരിക്കും. ആമേൻ സ്തോത്രം. അതെന്താ അതിന്റെ കാരണം? എന്താ ഇവർ മാംസം ഭക്ഷിക്കാത്തത്? ആമേൻ സ്തോത്രം. വൈ ദേ കനോട്ട് ബി ആമേൻ നോൺ വെജിറ്റേറിയൻസ്? ആമേൻ സ്തോത്രം. തെളിവ് ഞാൻ തരാം. ആമേൻ. ഉൽപ്പത്തി പുസ്തകമോ 1-ാം അധ്യായം അതിന്റെ 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ can somebody read Genesis chapter 1 verses 29 and 30? ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങളും സകല വൃക്ഷങ്ങളും വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും വിത്തുള്ള സസ്യങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഇത് ദൈവം മനുഷ്യനോട് പറയുന്നതാ. 30-ാം വാക്യം. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല സൃഷ്ടികൾക്കും സകല മൃഗങ്ങൾക്കും ആമേൻ ചരിക്കുന്ന ജീവനുള്ള സകല ആമേൻ ജീവികൾക്കും ആഹാരമായിട്ട് ദൈവം ഹല്ലേലൂയ സൃഷ്ടിച്ചു നൽകിയത്, ആമേൻ സ്തോത്രം, കൽപ്പിച്ചു നൽകിയത് ആമേൻ പച്ച സസ്യമാണ്. Hallelujah. It is the green plant that God has given to all the created beings for food. അതാണ് ഒറിജിനൽ ഇൻസ്ട്രക്ഷൻ. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഏദനിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ദൈവം വിഭാവനം ചെയ്ത ദൈവിക സൃഷ്ടിപ്പിന്റെ വ്യവസ്ഥിതിയിൽ സകല സൃഷ്ടികളും വെജിറ്റേറിയൻസ് ആയിരുന്നു. വിത്തുള്ള സസ്യങ്ങളും വിത്തുള്ള ഹല്ലേലൂയ വൃക്ഷങ്ങളും സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന് ആഹാരമായും സകല പച്ച സസ്യങ്ങളും സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായും ദൈവം കൽപ്പിച്ചു നൽകിയിരുന്നു. ഇറ്റ് വാസ് ആൻ ഇൻസ്ട്രക്ഷൻ. എന്നാൽ ദൈവ കൽപ്പന ലംഘിച്ച മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ സ്തോത്രം മനുഷ്യൻ ഹല്ലേലൂയ മാംസം ഭക്ഷിക്കുവാൻ തുടങ്ങി. എനിമിറ്റി, ശത്രുത്വം ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ശത്രുത്വം വന്നതിന്റെ ഫലമായി സഹോദരനെ കൊല്ലുന്ന സ്തോത്രം ഹല്ലേലൂയ കേവലം മ്ലേച്ഛകരമായ അവസ്ഥയ്ക്ക് സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ നാം സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. പരസ്പരം കൊല്ലുന്ന, എന്നാൽ മൃഗങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടി വ്യവസ്ഥയുണ്ട്. അവരെ ആഹാരത്തിന് വേണ്ടിയിട്ടേ കൊല്ലത്തുള്ളൂ. എന്നാൽ മനുഷ്യൻ കൊന്നു തള്ളുന്നതിന് വല്ല കണക്കുമുണ്ടോ? എന്തിനു വേണ്ടിയിട്ട് കൊല്ലുന്നുവെന്ന്, സഹോദരനെ കൊല്ലുന്നുവെന്ന്, മനുഷ്യനെ കൊല്ലുന്നുവെന്ന് ഇന്നും പരസ്പരം അറിയാതെ, ചിന്തിക്കാതെ സ്തോത്രം സഹജീവികളെ കൊന്നു തള്ളുന്ന മനുഷ്യനെ കുറിച്ച് എന്തിനോട് ഉപമിക്കണമെന്ന് ഈ രാത്രി ഞാൻ സംശയിച്ചു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒറിജിനൽ ഇൻസ്ട്രക്ഷനിൽ സ്തോത്രം ഹല്ലേലൂയ അവിടെ വെജിറ്റേറിയൻസ് ആയിരുന്നു, ഗ്രീൻ പ്ലാന്റ്സ് ആയിരുന്നു മനുഷ്യനും സൃഷ്ടികൾക്കും ആഹാരമായി ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ഇതാ പുതിയ ആകാശത്തിലേക്ക് വരുമ്പോൾ ആ ഒറിജിനൽ വ്യവസ്ഥയിലേക്ക് ആദിയിൽ ദൈവം കൽപ്പിച്ചു നൽകിയ ആ വ്യവസ്ഥയിലേക്ക് ഇതാ സൃഷ്ടി മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളോട് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, മനുഷ്യനിൽ രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് തരം സ്വഭാവങ്ങളുണ്ട്.
അവനിൽ ജഡീക സ്വഭാവവുമുണ്ട്, അവനിൽ ആത്മീക സ്വഭാവവുമുണ്ട്. മനുഷ്യനിൽ ആത്മീക സ്വഭാവം പരിപോഷിക്കപ്പെട്ടിരുന്ന കാലത്ത് അവൻ ദൈവവുമായുള്ള സംസർഗത്തിലും ദൈവ തേജസ്സിലും നിലനിന്ന് പോന്നിരുന്ന കാലത്ത് അവനിൽ ആത്മീക സ്വഭാവം പ്രിവെയിൽ ചെയ്യപ്പെട്ടിരുന്നു. അവനിൽ ആത്മീക സ്വഭാവം ജയമെടുത്തിരുന്നു. എന്നാൽ അവൻ താൻ ചെയ്ത അകൃത്യം നിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവ സാമീപ്യത്തിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ ജഡീക സ്വഭാവം അവന്റെ ആത്മീക സ്വഭാവത്തെ ഹല്ലേലൂയ നശിപ്പിച്ചു കളഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, പുതിയ സൃഷ്ടിയായി തീരുന്നവൻ, സ്തോത്രം, ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, സ്തോത്രം, പുതിയ സൃഷ്ടിയായി തീർന്ന ദൈവ സഭയുടെ ഭാഗമായി തീർന്ന ദൈവിക വീണ്ടെടുപ്പിന്റെ ഭാഗമായി തീർന്ന ഏതൊരുവനും തന്റെ ജഡസ്വഭാവത്തെ മരിപ്പിക്കുകയും ആത്മീക സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യണം. ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അപ്പോൾ ആ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ആത്മീക സ്വഭാവത്തെ പരിപോഷിപ്പിക്കണമെന്നും പൗലോസ് അപ്പോസ്തലൻ സഭയോട് പ്രബോധിപ്പിക്കുന്നതിൻ്റെ കാരണം സഭയ്ക്ക് ഒരു ഇറ്റേണൽ ഫ്യൂച്ചർ ഉണ്ട്. സഭയെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. There is a plan. God has a plan for the church. That the church will be raptured and the church will be the bridegroom for the bride who is coming to receive the church in the mid-air, in the midst of the clouds. When the church is taken up, the character of the church should be the spiritual characters. The church cannot have worldly characters. The church cannot have bodily characters. So ആ ജഡത്തിന്റെ ഫലങ്ങളെ ഈ സമയങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം, ദൈവസഭയോട് ചേർന്നിരിക്കുന്ന ദൈവജനം സ്തോത്രം മരിപ്പിക്കുകയും ആത്മീക ഫലങ്ങളെ, ആത്മസ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ദൈവ സ്വഭാവത്തോട് അനുരൂപരായി തീരുന്ന ഒരു പ്രോസസ്സിൽ കൂടിയാണ് ദൈവസഭ കടന്നു പോകുന്നത്. അതിൻ്റെ ഉദ്ദേശം പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ, പുതിയ സൃഷ്ടികളായി നാം ദൈവത്തോടൊപ്പം ദൈവ തേജസ്സിൽ, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ നമ്മിൽ വിളങ്ങേണ്ടുന്ന സ്വഭാവം ആത്മസ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. Those who prevail will be privileged to share the throne, to sit with Jesus himself. So prevailing what? ജഡത്തിന്റെ സ്വഭാവത്തെ മരിപ്പിച്ച് ആത്മസ്വഭാവത്തിൽ ആ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം സ്തോത്രം, ഹല്ലേലൂയ, ആത്മീക മനുഷ്യനെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ആത്മ വളർച്ച നേടിയെടുക്കുവാൻ, ജയിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ you will be privileged to sit with Jesus himself and the new heaven and new earth which is going to come. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ എത്ര മനോഹരമാണ്, എത്ര അവന്റെ വിജ്ഞാനത്തിൽ അവൻ ആക്കി വെച്ചിരിക്കുന്ന കാലങ്ങളും സമയങ്ങളും പദ്ധതികളും എത്ര മനുഷ്യന് ഗ്രഹിക്കുന്നതിന്റെ അപ്പുറം വിശാലതയേറിയതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ അതിന്റെ അവസാനം എങ്ങനെ ആയിരിക്കണമെന്നും മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദൈവിക ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് അവൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഒറിജിനലി സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ദൈവം എന്താണോ നിന്നെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത് ആ പദ്ധതിയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുപോയിട്ട് സ്തോത്രം, നിനക്കൊരു ഇറ്റേണൽ ഫ്യൂച്ചർ സ്തോത്രം, അതിനെക്കുറിച്ചുള്ള പ്രത്യാശ നിന്റെ ഹൃദയത്തിൽ നൽകി ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്ന കാലം മനുഷ്യനെ പരിപോഷിപ്പിച്ച് ആത്മസ്വഭാവം പ്രിവെയിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ളവളായി തീർന്ന് ക്രിസ്തുവിന് അനുരൂപരായി തീരുവാൻ ഈ പകൽക്കാലം സഭയെ കർത്താവ് ആഹ്വാനം ചെയ്യും. ആ നിലയിലേക്ക് വളരുവാൻ സഭയായി നമ്മെല്ലാവരെയും സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.